പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇപ്പോൾ രാത്രിയിൽ ഉറക്കം അതിനായിട്ടുള്ള സമയം, പക്ഷെ ഞാൻ ഒരു ഫോൺ സംഭാഷണം കേൾക്കാനിടയായി. രണ്ട് പേര് തമ്മിലുള്ള രണ്ട് പ്രമുഖരാണ്. ഒന്ന് ശ്വേതാ മേനോനും ഒന്ന് പിഷാരടിയുമാണ്. ഈ രണ്ട് പേരുടെയും ഫോൺ സംഭാഷണം 43 മിനിറ്റും 31 സെക്കൻഡും ഉണ്ടായിരുന്നു. വളരെ ആകാംക്ഷയോടുകൂടി ഞാനത് മുഴുവൻ കേട്ടു. എനിക്ക് ഉറക്കം വന്നു, എന്നാലും ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇരുട്ടത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് മാത്രം വോയിസ് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ ഇത് കേട്ടു. അപ്പോൾ ഇതിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിൽ നിന്ന് ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മറ്റുള്ളവരാണ് ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇവരെ പക്ഷെങ്കിൽ ആരാണ് ശരി ആരാണ് തെറ്റ് ഇവർ വാദിച്ച് ജയിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നേരെയാകുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഈ അമ്മയിലെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ അനർഹരായിട്ടുള്ളവർ അതിനകത്തെ പറ്റിക്കൂടിയിട്ടുണ്ട്, കയറിപ്പറ്റിയിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നങ്ങളുടെ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ളൊരു ഫോൺ സംഭാഷണം രണ്ടുപേരുള്ള ഇത് കേൾക്കുന്നത്. 43 മിനിറ്റും 31 സെക്കൻഡുമാണ് അതിൻ്റെ ഒരു ദൈർഘ്യം. അത് ഞാൻ കംപ്ലീറ്റ് കേട്ടു. ഇതെല്ലാവരും കേൾക്കണം. എന്നിട്ടത് അത് വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ വിലയിരുത്താം. ഇതിലാരെ പക്ഷേ പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ആ സംഭാഷണം വളരെ സൗഹൃദമായിട്ട് അവരവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സൗഹൃദപരമായിട്ട് ഇവർ തമ്മിൽ തന്നെ സംസാരിച്ച് തീർക്കാനുള്ളൊരു കാര്യമേ ഇതിനകത്തുള്ളൂ. അതിനകത്ത് മറ്റുള്ള ഈ ദുഷ്ടശക്തികൾ ഇടപെടാതിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.